ലച്ചുവിന് രാവിലെ 8 മണിക്ക് പോകേണ്ടതുകൊണ്ട് ആകെപ്പാടെ ഒരു തിരക്കാണ് രാവിലെ കേട്ടോ. ചായയൊക്കെ ഇട്ട് വെച്ചാൽ എപ്പോഴെങ്കിലും കുടിക്കുന്നത്, അപ്പോഴത്തേക്കിനും അത് ആറ് തണുത്തിട്ടുണ്ടാകും കേട്ടോ. അപ്പം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും 4 പേര് ഒരേപോലെ ഞാനിപ്പോൾ സ്നേഹിക്കണം. അതിനാണ് 4 പേരും എൻ്റെ വട്ടം ഇട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ആഷ്മി ലച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണേ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കിനും ആ ബുക്ക് മറച്ച് വെച്ചിരിക്കുന്നുണ്ടോ. ആ ബുക്കിൽ എഴുതുന്നത് ഹാൻഡ് റൈറ്റിംഗ് കൊള്ളത്തില്ല, മറ്റേ ബുക്കിലാണ് നല്ലത്, അത് കാണിച്ചാൽ മതിയെന്നും പറഞ്ഞാണ് ഇത് മറച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ലച്ചു മുഖം മറച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ പടുതിയല്ലേ ഒരു കോലവും ഇല്ലെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. അതുകൊണ്ട് മുഖം എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അത് മറച്ച് വെച്ചേക്കുന്നത്. അമ്മ എന്നത്തെ പോലെ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനും പിന്നെ അതൊക്കെ ഒന്ന് പരിപാലിക്കാനുമായിട്ട് പോയേക്കും കേട്ടോ. ഇനി 1 മണിക്കൂർ അതിനെ ചുറ്റിപ്പറ്റി അങ്ങനെ അങ്ങ് നിൽക്കും. ഇന്ന് എന്തായാലും 2 പേർക്കും ഞാൻ ചോറാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആഷ്മിയുടെ കൊടുത്ത് വിട്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ലച്ചുവിനെ ഞാൻ കൊണ്ടുവിട്ടിട്ട് വന്നിട്ടാണ് ബാക്കി താണ്ടി കാണിക്കുന്നത്. അപ്പം രാവിലെ കഴിക്കാനായിട്ട് അപ്പവും ചമ്മന്തിയായിരുന്നേ. അപ്പം ഞാൻ ലച്ചുവിനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ടാണ് ബാക്കി ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ കുറച്ച് കിഴങ്ങ് മെഴുക്കുരട്ടി എടുത്തിട്ട് പിന്നെ ഇന്നലെ തന്നെ ബാലൻസ് കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനും വറുത്ത് ചമ്മന്തിയായിട്ട് ഞാൻ പിള്ളേർക്ക് സ്കൂളിൽ ചോറും കൊടുത്തു വിട്ടേ. ഇന്ന് പിന്നെ വേറെ മീനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഇന്നലത്തെ കേര ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി കുറച്ച് വറുത്തിട്ട് നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ളതുണ്ട് കേട്ടോ. പിന്നെ ഒഴിച്ചറിയായിട്ട് ഞാൻ വിചാരിച്ച് ഇന്നലെ ഉണ്ടാക്കാതെ മാറ്റി വെച്ച മാങ്ങാക്കറി അങ്ങ് വയ്ക്കാമെന്ന്. അങ്ങനെ മാങ്ങയും പച്ചമുളകും കരിയാപ്പിലയും കൂടെ ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് അരപ്പിട്ട് നമ്മൾ ചൂടാക്കി എടുക്കത്തുള്ളൂ. രാവിലെ ഉണ്ടാക്കിയ കിഴങ്ങ് മെഴുക്കുരട്ടി ഒരു 3 കിഴങ്ങെടുത്ത് ഞാൻ മെഴുക്കുരട്ടി വെച്ചതാണ്. അത് അന്നേരേ പിള്ളേർ തീർത്തിട്ടാണ് പോയത് കേട്ടോ. കുറേ സ്കൂളിലും കൊണ്ടുപോയി കുറേ അന്നേരം തൊട്ടേ വാരി തിന്നുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പയറും കൂടെ എടുത്തങ്ങ് മെഴുക്കുരട്ടി കേട്ടോ. പുളിശ്ശേരിക്ക് എടുക്കുന്ന അരപ്പ് തന്നെ ഞാൻ മാങ്ങാക്കറിക്ക് എടുക്കുന്നത് കേട്ടോ. അരപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ളതെല്ലാം റെഡിയായി. അപ്പോൾ ഇന്നലെ അരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരുന്ന കടുമാങ്ങയ്ക്കുള്ള മാങ്ങയില്ലേ അരിഞ്ഞ് വെച്ച് മടി പിടിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതും എടുത്ത് നല്ലോണം കടുമാങ്ങ അച്ചാറിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.